ബാബ രാംദേവിന് കോടതികളിൽ നിന്ന് കിട്ടിയതൊന്നും പോരാ എന്ന് തോന്നുന്നു. വീണ്ടും വീണ്ടും വിവാദങ്ങൾ ക്ഷണിച്ചു വരുത്തുന്ന രാംദേവിനെ പക്ഷേ കോടതികൾ വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല. സംഘപരിവാർ സംരക്ഷണയിൽ BJPയുടെ കൈപിടിച്ച് രാജ്യത്ത് തഴച്ചു വളർന്ന ബാബ രാംദേവ് നേരത്തെ പല കേസുകളിലും നേരിട്ട് സുപ്രീം കോടതിയിലെത്തിയാണ് മാപ്പെഴുതി നൽകി തടി തപ്പിയത്. ഇനിയും ആളുകളുടെ കണ്ണിൽ പൊടിയിടുന്ന സമീപനമുണ്ടായാൽ കളി മാറുമെന്ന രീതിയിലുള്ള മുന്നറിയിപ്പുകൾ കോടതിയിൽ നിന്ന് ഉയർന്നതോടെ അല്പമൊന്ന് ഒതുങ്ങിയ മട്ടായിരുന്നു ബാബ രാംദേവിന്. പതഞ്ജലി ഗ്രൂപ്പ് സ്ഥാപിച്ചതിന് പിന്നാലെ കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിനിടെ കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുവകകളാണ് ഇന്ത്യ മഹാരാജ്യത്ത് നിന്ന് ബാബ രാംദേവ് സ്വന്തമാക്കിയത്. ഇതിന്റെ അഹങ്കാരത്തിൽ കോടതികളെപ്പോലും വെല്ലുവിളിക്കുന്ന രീതിയിലേക്ക് ബാബ രാംദേവ് മാറിയതോടെയാണ് സുപ്രീം കോടതി വടിയെടുത്തതും. ഏറ്റവും ഒടുവിലായി സർബത്ത് ജിഹാദ് പരാമർശമാണ് ബാബ രാംദേവിൽ നിന്നുണ്ടായിരിക്കുന്നത്. സർബത്ത് ജിഹാദ് പരാമർശം എന്തായാലും വിവാദമായതോടെ ഡൽഹി ഹൈക്കോടതിയാണ് വിമർശനവുമായി രംഗത്ത് വന്നത്. പിന്നാലെ വിവാദ വീഡിയോ പിൻവലിക്കാമെന്ന് ബാബ രാംദേവ് അറിയിക്കുകയും ചെയ്തു. റൂഹ് അഫ്സ പാനീയത്തെയാണ് സർബത്ത് ജിഹാദ് എന്ന തരത്തിൽ ബാബ രാംദേവ് വർഗീയ പരാമർശം നടത്തിയത്. വിവാദ പരാമർശം ഉടൻ നീക്കം ചെയ്യുമെന്ന് ഉറപ്പ് രാംദേവിന്റെ അഭിഭാഷകൻ കോടതിയെ അറിയിക്കുന്നുണ്ട്. വീഡിയോ കണ്ടതിനു ശേഷം കണ്ണുകളെയും കാതുകളെയും വിശ്വസിക്കാനായില്ല എന്നായിരുന്നു കോടതി പറഞ്ഞത്. പരാമർശങ്ങൾ കോടതി മനസാക്ഷിയെ ഞെട്ടിക്കുന്നുവെന്നും ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി. അത്രമാത്രം നിന്ദമായിട്ടാണ് രാംദേവ് വീഡിയോയിൽ സംസാരിക്കുന്നത്. വീഡിയോ പരസ്യങ്ങൾ നീക്കം ചെയ്യുകയോ ഉചിതമായ മാറ്റം വരുത്തുകയോ ചെയ്യണമെന്നും ഭാവിയിൽ ഇത്തരം പോസ്റ്റുകളോ പരസ്യങ്ങളോ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യില്ലെന്ന് സത്യവാങ്മൂലം നൽകണമെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. ബാബ രാംദേവിന്റെ പരാമർശത്തിനെതിരെ റൂഹ് അഫ്സ ഉടമ ഹംദാർദ് സമർപ്പിച്ച ഹർജി പരിഗണിക്കവെയാണ് ഡൽഹി ഹൈക്കോടതിയുടെ വിമർശനം വന്നത്. ഈ മാസം ആദ്യം പതഞ്ജലിയുടെ റോസ് സർബത്ത് പുറത്തിറക്കിയ വേളയിലാണ് ബാബ രാംദേവ് വിവാദപരമായ പരാമർശങ്ങൾ നടത്തിയത്. നിങ്ങൾക്ക് സർബത്ത് നൽകുന്ന ഒരു കമ്പനിയുണ്ട്, പക്ഷേ അതിൽ സമ്പാദിക്കുന്ന പണം മദ്രസകളും പള്ളികളും നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നു എന്നായിരുന്നു ബാബ രാംദേവ് പറഞ്ഞത്. ഈ വിഷയം ഇകഴ്ത്തലുകൾക്കപ്പുറത്ത് വർഗീയ സംഘർഷങ്ങൾക്ക് ലക്ഷ്യമിടുന്ന ഒരു വിദ്വേഷ പ്രസംഗത്തിന് സമാനമാണ് എന്നും ഇത് നീക്കം ചെയ്യണമെന്നും ഹംദാർദിന് വേണ്ടി ഹാജരായ സീനിയർ അഭിഭാഷകൻ മുകുൾ റോഹത്തങ്കി പറഞ്ഞിരുന്നു. ഈ നിലപാട് അംഗീകരിച്ച കോടതി രാംദേവിനെ കണക്കിന് വിമർശിക്കുകയാണ് ചെയ്തത്. ലവ് ജിഹാദ് പോലെ തന്നെ ഇത് ഒരുതരം സർബത്ത് ജിഹാദ് തന്നെയാണ് എന്നും സർബത്ത് ജിഹാദിൽ നിന്ന് സ്വയം രക്ഷ നേടാൻ എല്ലാവരിലേക്കും ഈ സന്ദേശം എത്തിക്കണമെന്നുമായിരുന്നു രാംദേവിന്റെ പരാമർശം. മറ്റ് സർബത്ത് ബ്രാൻഡുകളെ ടോയ്ലറ്റ് ക്ലീനറുകളായി താരതമ്യം ചെയ്ത രാംദേവ് ഇത്തരത്തിൽ വിൽക്കുന്ന സോഫ്റ്റ് ഡ്രിങ്കോ സർബത്ത് ജിഹാദോ പോലുള്ള വിഷയങ്ങളിൽ നിന്ന് നിങ്ങളുടെ കുട്ടികളെ സംരക്ഷിക്കണമെന്നും പതഞ്ജലി സർബത്തുകളും പാനീയങ്ങളും മാത്രം തിരഞ്ഞെടുക്കണമെന്നും സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിച്ചിരുന്നു. പതഞ്ജലി ഉൽപ്പന്നങ്ങൾക്ക് വർഗീയതയിലൂടെ രാജ്യത്ത് മാർക്കറ്റ് ഉണ്ടാക്കാൻ രാംദേവ് ശ്രമിക്കുമ്പോൾ അതിന് തടയിടാൻ കോടതികൾ ഇടപെടലുകൾ ശക്തമാക്കുകയാണ് ചെയ്യുന്നത്.